നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ അജണ്ട കീറിയെറിയലും കയ്യേറ്റവും. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ പഞ്ചായത്ത് അംഗം രാജിവെച്ചു. മാതാവിനോടുള്ള ദേഷ്യത്തിൽ മദ്യലഹരിയിൽ മകൻ വീട് കത്തിച്ചു. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ അജണ്ട കീറിയെറിയലും കയ്യേറ്റവും. മാലിന്യ സംസ്കരണ പ്ലാന്റിനെ ചൊല്ലിയുള്ള ബഹളത്തിനിടയിൽ പ്രതിപക്ഷ നേതാവ് TA ഗിരീഷ് കുമാർ കൗൺസിൽ ക്ലാർക്കിന്റെ കയ്യിൽ നിന്നും അജണ്ട തട്ടിപ്പറിച്ച് കീറിയെറിഞ്ഞു. ഇതേ തുടർന്നുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലെത്തി. ഇതിനിടെ ഭരണപക്ഷത്തെ ചില അംഗങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കയ്യേറ്റം ചെയ്തതായും ആരോപണം ഉയർന്നു. പ്രതിപക്ഷ നേതാവ് നഗരസഭാ ഫയൽ കീറിയെറിഞ്ഞുവെന്ന ആരോപണവും ഇതിനിടെ ഭരണപക്ഷം ഉന്നയിച്ചു. എന്നാൽ ഭരണപക്ഷം കള്ളപ്പരാതി ഉന്നയിക്കുകയാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും സംഭവബഹുലമായ ദിവസമാണ് കടന്നുപോയത്. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനെ ചൊല്ലി ബഹളം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് യോഗം അലങ്കോലമായി. അജണ്ടയിൽ ഉൾപ്പെടുത്തിയ 21 വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന യോഗം അജണ്ടയില്ലാത്ത മാലിന്യ പ്രശ്നത്തെ ചൊല്ലിയാണ് അലസിപ്പിരിഞ്ഞത്. അജണ്ട കീറിയെറിയലിനും ഭരണപക്ഷ വനിതാ കൗൺസിലറുടെ കുത്തിയിരിപ്പ് സമരത്തിനും വേദിയായ നഗരസഭാ യോഗം അത്യന്തം സംഭവബഹുലമായിരുന്നു. അജണ്ട മാറ്റിവെച്ച് മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യണമെന്നതായിരുന്നു പ്രതിപക്ഷ ആവശ്യം. യോഗത്തിന് തുടക്കം കുറിച്ച് സംസാരിച്ച ചെയർപേഴ്സൺ KB മഹേശ്വരി മാലിന്യ സംസ്കരണ പ്ലാന്റ് വിഷയത്തിൽ വിശദീകരണം നൽകി. പല കാരണങ്ങൾ പറഞ്ഞ് കരാറുകാരൻ പ്ലാന്റിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണെന്നും വർഷങ്ങളായി പ്ലാന്റിൽ നിർമ്മിച്ച വളം നീക്കം ചെയ്യാൻ പോലും കരാറുകാരൻ തയ്യാറായിട്ടില്ലെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു. നഗരസഭയുടെ അനുമതിയില്ലാതെ പ്ലാന്റിൽ നിന്നും പെട്രോൾ നിർമ്മിക്കുന്ന യന്ത്രം പ്ലാന്റിൽ സ്ഥാപിച്ചതായും KB മഹേശ്വരി പറഞ്ഞു. ഇതിനിടെ നഗരസഭാ ഭരണപക്ഷത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചും പ്രതിപക്ഷത്തെ BJP അംഗങ്ങൾ കറുത്ത തുണി കൊണ്ട് വായ് മൂടിക്കെട്ടി സമരം നടത്തി. ഈ സമയത്താണ് ഭരണപക്ഷത്തെ ഞെട്ടിച്ചും പ്രതിപക്ഷത്തിന് ആവേശം പകർന്നും ചാപ്പാറ വാർഡിലെ കൗൺസിലറായ ഭരണപക്ഷത്തെ CPIയിലെ ഷീബ കൗൺസിൽ ഹാളിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. തന്റെ വാർഡിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു LDF കൗൺസിലറുടെ ഏകാംഗ സമരം. ഭരണപക്ഷ കൗൺസിലർക്ക് പിന്തുണയുമായി പ്രതിപക്ഷാംഗങ്ങളും യോഗ ഹാളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. BJP കൗൺസിലർമാർ യോഗത്തിൽ നിന്നും വാക്കൌട്ട് നടത്തിയെങ്കിലും UDF കൗൺസിലർമാർ യോഗം നടത്താൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധം മറികടന്ന് യോഗം തുടരാനുള്ള ഭരണപക്ഷത്തിന്റെ ശ്രമത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് TA ഗിരീഷ് കുമാർ കൗൺസിൽ ക്ലർക്കിന്റെ കയ്യിൽ നിന്നും അജണ്ട തട്ടിപ്പറിച്ചു. ഇതോടെ ഭരണപക്ഷവും ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റു. ഇരുകൂട്ടരും തമ്മിലുള്ള ബഹളം മൂർച്ഛിക്കുന്നതിനിടയിൽ അജണ്ടകൾ ഒറ്റയടിക്ക് പാസാക്കിയതായി അറിയിച്ച് ചെയർപേഴ്സൺ ഹാൾ വിട്ടു. ഇതോടെ ഭരണപ്രതിപക്ഷ അംഗങ്ങളും പിൻവാങ്ങി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ പഞ്ചായത്ത് അംഗം രാജിവെച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 6ാം വാർഡ് മെമ്പറുമായ CJ ജോഷിയാണ് തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി സമർപ്പിച്ചത്. കഴിഞ്ഞ മാസം 16-നാണ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് താൽക്കാലിക ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സംഭവം പുറത്തറിഞ്ഞതോടെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സമരപരിപാടികൾ നടന്നിരുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ പിതാവ് മതിലകം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് ഇയാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. സംഭവം വിവാദമായതോടെ ജോഷിയെ കോൺഗ്രസിൽ നിന്നും DCC പുറത്താക്കിയിരുന്നു. മാതാവിനോടുള്ള ദേഷ്യത്തിൽ മകൻ മദ്യലഹരിയിൽ വീട് കത്തിച്ചു.
കാളമുറി ഗ്രാമലക്ഷ്മി റോഡിൽ മാമ്പറമ്പത്ത് ക്ഷേത്രത്തിന് സമീപം തറയിൽ ഉണ്ണിരാജനാണ് സ്വന്തം ഓലവീടിന് മണ്ണെണ്ണ ഒഴിച്ച് തീവച്ചത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. മദ്യപിച്ച് അമ്മയോട് സ്ഥിരമായി വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് മാതാവ് സമീപത്തെ സഹോദരന്റെ വീട്ടിലാണ് കുറച്ചു ദിവസങ്ങളിലായി താമസിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് തീ ആളിവരുന്നത് കണ്ട് അയൽവാസികളും ബന്ധുക്കളും എത്തിയപ്പോഴേക്കും വീട് പൂർണ്ണമായും അഗ്നിക്കിരയായി. വീട്ടിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ പൂർണ്ണമായും കത്തിനശിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് മതിലകം എസ് ഐ എം കെ രമേശും സംഘവും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, ആശുപത്രി താലൂക്ക് നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP തൃപ്രയാർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വലപ്പാട് ആശുപത്രിയുടെ മുൻപിൽ നിന്നും ആരംഭിച്ച മാർച്ച് MLA ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിൽ തക്കാളിക്ക് 10 രൂപയാണ്, കേരളത്തിൽ 30 രൂപ തക്കാളിക്ക് കൊടുക്കുന്നത് നരേന്ദ്രമോദി ജവഹർലാൽ ഭരിച്ചിട്ട്. ഈ സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ബന്ധപ്പെട്ട അധികാരി വർഗത്തിന് സാധിക്കാത്ത BJP നിലയിൽ കെട്ടുവെക്കുക. 60 വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം മുച്ചൂടും മുടിപ്പിച്ച ആളുകള് 1 മാസക്കാലം കൊണ്ട് ഇന്ത്യയിൽ ആകെ മാറ്റിമറിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. NK ബീതിഹരൻ അധ്യക്ഷത വഹിച്ചു. സേവ്യൻ പള്ളത്ത്, AR അജിഘോഷ്, KR ബാലസിംഗ്, ലാൽ ഊണുങ്ങൽ, MV വിജയൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.